എന്താണോ ഇത്? എത്ര രൂപയുടെ സാധനമായി കിടക്കുന്നറിയാം? തന്നോടാ ചോദിച്ചത്. എനിക്കൊരു തലകുത്തൽ വന്നു. അപ്പൊ കയ്യിൽ വഴി പോയത്. തന്റെ ഒരു ഒടുക്കത്തെ തലചുറ്റൽ. മാനേജർ സാറേ, ക്ഷമിക്കണം. കുട്ടൻപിള്ള ഒരു പാവപ്പെട്ടവനല്ലേ? അതിന് ഞാനെന്ത് വേണം? 100-200 രൂപയുടെ സാധനമായി കിടക്കുന്നത്. ഇതാ 300 രൂപ. കുട്ടൻപിള്ള വിട്ടേക്ക്. മിസ്റ്റർ മാനേജർ, നിങ്ങൾ ആരുടെയൊക്കെ റെക്കമെൻഡേഷനിലൂടെയാണ് ഇവിടെ മാനേജറായെന്ന് എനിക്കറിയാം. അല്പം കൂടെ മനുഷ്യത്വത്തോടെ പെരുമാറാൻ പഠിക്കുക. ഓക്കെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്ലീസ് കം, പ്ലീസ്. എന്താ മിസ് റാണിക്ക് പറയാനുള്ളത്? രഘു, എനിക്ക് മാപ്പ് തരണം. എന്തിന്? രഘുവിനെ പറ്റിയുള്ള എന്റെ ധാരണകൾ തെറ്റായിരുന്നു. ഇന്നത് മാറി. ഹേയ്, ഞാൻ പരമദുഷ്ടനും ദുർമാർഗിയും ഒക്കെ അല്ലേ? അല്ല രഘു, രഘുവിലെ നല്ല മനുഷ്യനെ ഇന്ന് നേരിൽ കണ്ടപ്പോൾ ഞാൻ അറിയാതെ സന്തോഷിച്ചു. റാണി, ഈ പറയുന്നത് സത്യമാണോ? സോറി. വീട്ടിൽ പോകാൻ ടാക്സി വന്നിട്ടുണ്ടോ? ഇല്ല. വെരി ഗുഡ്. പ്ലീസ് കം. ഈ വജ്രമോതിരം ഇനി ഞാൻ പണയം വെക്കില്ല. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടു തരാമോ? ഇത് ഒറിജിനലാണോ? എടോ, ഈ വജ്രമോതിരം അലക്സ് എന്ന് പറയുന്ന ഒരുത്തൻ ആശുപത്രിയിൽ നിന്ന് എനിക്ക് തന്നതാണ്. ഇതിന്റെ കഥ തനിക്കെന്നല്ല ആർക്കും അറിഞ്ഞുകൂടാ. നീ എന്താ ഒന്നും പറയാത്ത? എന്തോ എനിക്ക് അത്ര വിശ്വാസം പോരാ. എടാ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് പുല്ലാണ്, പുല്ല്. ഇത് സാധനം ഒറിജിനൽ തന്നെയാ. ഇത് തന്ന അലക്സ് ഇപ്പോ എവിടെയാണുള്ളത്? അലക്സ് പോയി. നിനക്കറിയില്ലല്ലേ? സത്യം പറയാൻ നിനക്ക് ജീവൻ തിരികെ കിട്ടിയില്ല. പറയൂ, അലക്സിനെ ഏൽപ്പിച്ച് താക്കോൽ എവിടെ? അയ്യോ, എന്നെ തല്ലല്ലേ. ഞാൻ സത്യം പറയാം. 2 തടിയൻ ചട്ടമ്പിമാരുടെ കയ്യിലാ പിന്നീട് ഞാൻ ആ താക്കോല് കണ്ടത്. തടിയൻ ചട്ടമ്പിമാരോ? അതെ. നിനക്കത് കണ്ടാൽ അറിയാമോ? അറിയാം. റാഫി, ആ ഫോട്ടോ എടുത്തോണ്ട് വരൂ. ഇവരാണ് സർ.
ജോണിയെ കൊന്നവനാണ് ആ പോകുന്നത്. ഇവനെല്ലാം ഒരേ ഗ്യാങ്ങിൽപ്പെട്ടവനാണെന്ന് തോന്നുന്നു. വസു, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ പറയാം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ലിവർ അടിച്ച് ഞങ്ങൾ ഫ്രൈ ചെയ്തല്ലേ. ഞാൻ പറയില്ല. അലക്ഷനെ കൊന്നത് ആരാണ്? ഞാൻ പറയില്ല. പറഞ്ഞില്ലെങ്കിൽ നിന്റെ കച്ചവട പതി തീർക്കും. എന്നെ കൊന്നാൽ ആ രഹസ്യം ഒരിക്കലും നിങ്ങൾക്കറിയാൻ കഴിയില്ല. നീ പറഞ്ഞില്ല ഞങ്ങൾ കൊല്ലുന്നില്ല. സത്യം തുറന്നു പറഞ്ഞാൽ നിനക്ക് ഈ ബ്രാൻഡ് തരും. ബ്രാൻഡിയോ? ആ, ഞാൻ ആവശ്യപ്പെട്ട തുക തന്നാൽ ആ രഹസ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ശരി, 100 രൂപ നയിക്കാം. 100 രൂപയോ? 1000 രൂപ. വാസു, നോ. 10,000 രൂപ തരാം. വാസു, നോ. 1,00,000 രൂപ തരാം. വാസു. നോ. 5 lakhs, 5 ലക്ഷം രൂപ. നീ എന്താ ഈ ഈ പറയുന്നത്? ഞാൻ കൊടുത്തോളാം. 5 ലക്ഷം രൂപ തരികയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച രാത്രി 12 മണിക്ക് ആ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിനടുത്തുള്ള കെട്ടിടത്തിൽ വന്നാൽ ആ രഹസ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഏറ്റളിയാ. ആ